Hello friends, welcome back to Arraysworld. നിങ്ങളെല്ലാവരും സുഖായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ ഇപ്പോൾ എന്തിനെക്കുറിച്ചാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, എനിക്ക് യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് കിട്ടി. എൻ്റെ ഫസ്റ്റ് പേയ്മെൻ്റ് ആണ്. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കുറേ കാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് എനിക്ക് ഈ മണി കിട്ടിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിയതൊന്നല്ല. ഇത് എൻ്റെ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം 2 മാസമായി. അതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്നത്. സോ അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ആദ്യം ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടെല്ലാം വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ വരെ ഇത് ലാസ്റ്റായിട്ട് ഇട്ട വീഡിയോ വരെ എൻ്റെ ഫ്രണ്ട്സുകളായാലും എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം കൂടിയാണ് എനിക്ക് ഈ ഒരു മണി കിട്ടാൻ ഹെൽപ്പ് ചെയ്തത്. സോ എല്ലാവരോടും ഒന്നുകൂടി ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ, അതായത് നമ്മുടെ ബഡ്ഡിങ് യൂട്യൂബേഴ്സിന് വേണ്ട കുറേ മോട്ടിവേഷൻ കാര്യങ്ങളും കുറേ അവർക്ക് വേണ്ട ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സോ എല്ലാവരും വീഡിയോ എൻ്റെ വരെ തന്നെ വാച്ച് ചെയ്യുക. നിങ്ങളൊരു ബഡ്ഡിങ് യൂട്യൂബർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫസ്റ്റത്തെ പേയ്മെൻറ്റ് എത്രയാണെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ, അതായത് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ്, അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പം 2018 ഒക്ടോബർ 4-നാണ് ഞാൻ ഫസ്റ്റായിട്ട് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. റാഗി പുട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അത് വലിയ ക്വാളിറ്റിയൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. എങ്കിൽ പോലും ഞാനത് ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണല്ലോ. അപ്പോൾ അത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത്. അത് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിന് ഞാൻ അന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആ സമയത്താണ് ഞാനത് ഷൂട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞ്. ശരിക്കും അതിന് അന്നൊന്നും എനിക്ക് ട്രൈപോഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡിലാണ് എൻ്റെ മൊബൈൽ പിടിച്ചിരുന്നത്. എന്നിട്ട് റൈറ്റ് ഹാൻഡിൽ വെച്ചിട്ടാണ് ഞാനതൊക്കെ കുക്ക് ചെയ്തത്. അപ്പോൾ അത് കാരണം കുറച്ച് ഷേക്കിങ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അപ്പം ഫസ്റ്റ് വീഡിയോ എൻ്റെ അതാണ്. അപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും എൻ്റെ ഫാമിലീസും ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ക്ലാരിറ്റി കുറച്ച് കുറവാണ്. എന്നിട്ട് അവർ പറഞ്ഞു കുഴപ്പമില്ല, നന്നായിട്ട് എന്താ പറയുക അവതരിപ്പിച്ചിട്ടുണ്ട്, സോ കീപ് ഗോയിങ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ പാരൻസും പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ വാപ്പ എല്ലാവരും നല്ലപോലെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രത്തോളം എൻ്റെ ഫ്രണ്ട്സും ഫാമിലീസും എൻ്റെ പാരൻസ് എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കുറേ പെയിൻറ്റിങ്സ് ചെയ്യായിരുന്നു. അതായത് ഓയിൽ പെയിൻറ്റിങ്സ്, ലാൻഡ്സ്കേപ്പ്, പിന്നെ അബ്സ്ട്രാക്റ്റ്, പിന്നെ അക്രിലിക് പെയിൻറ്റിങ് ഒക്കെ ഞാൻ ചെയ്യായിരുന്നു. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ 2 പെയിൻറ്റിങ്സ് ഇത് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഉടനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അക്രിലിക് പെയിൻറ്റിങ്ങും ഒരു ഓയിൽ പെയിൻറ്റിങ്ങും. അതുപോലെ തന്നെ DIY ചെയ്തു. ഒരു വാൾ ഡെക്കറാണ് ഞാൻ ചെയ്തത്. അതായത് സ്പൂൺ ക്ലോക്കിൻ്റെ ചുറ്റും സ്പൂണ്, നമ്മുടെ പ്ലാസ്റ്റിക് സ്പൂണ്, പിന്നെ അതിൽ കുറേ മിറേഴ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ക്യാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ DIYസും പെയിൻറ്റിങ്സും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോൻ്റെ സ്കൂളിൽ ഒരു ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷന് പാരൻസിനെ അവർ ക്ഷണിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ പോയി പങ്കെടുക്കാമെന്നാണ്. അപ്പോൾ യൂട്യൂബ് തുടങ്ങിയ 2 മാസമായി. ഇത് ഞാൻ ഒക്ടോബറിലാണല്ലോ തുടങ്ങിയത്. നവംബർ ലാസ്റ്റിൽ എന്തോ ആണ് ഈ ഒരു പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഇഷ്ടമുള്ള പാരൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനും അർമാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി. അപ്പോൾ അതാണ് എൻ്റെ മെയിനായിട്ട് എൻ്റെ ഈ ചാനലിനെ തന്നെ ഇതുവരെ നിലനിർത്തി കൊണ്ടുപോകുന്ന വീഡിയോ. 2 വീഡിയോസ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. സോ അതിന് മുന്നേ വരെ ഒന്നും എനിക്ക് കാര്യമായിട്ട് വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 200-300 അങ്ങനത്തെ ഒക്കെ ആ ലെവലിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 വീഡിയോസ് വന്ന ശേഷമാണ് കുറച്ച് വ്യൂസ് കൂടിയത്. പിന്നെയും അത് പഴയ ആ ലെവലിൽ ഫ്ലാറ്റായി. സോ അപ്പ് ആൻഡ് ഡൗൺസ് എൻ്റെ ചാനലിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇന്നിട്ട വീഡിയോ ക്ലിക്കാവും, നാളിട്ട വീഡിയോ ചിലപ്പോൾ ഫുൾ ഫ്ലാറ്റാവും. ഒന്നും അത് കാര്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച വ്യൂസ് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ വളരെയധികം വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അപ്പോഴും ഞാൻ തന്നെ എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാറാണുള്ളത്. അതായത് നമ്മുടെ ദിലീപിൻ്റെ ഏതോ ഒരു ഫിലിമത്തെ ഡയലോഗ് പോലെ തളരരുത് രാമൻകുട്ടി തളരരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വയം എന്നെ മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവാണ്, ആളും നല്ല പോലെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കുറേ സ്നാക്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ. അതിനുശേഷം എനിക്ക് വെയ്റ്റ് ലോസ് വീഡിയോ, അതായത് ഞാൻ ആക്ച്വലി എനിക്ക് വെയ്റ്റ് ലോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ശരി, അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്കും യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു 10-12 വെയ്റ്റ് ലോസ് വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വ്യൂസ് ഒന്നും കിട്ടാനില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം വിഷമം. കാരണം നമ്മളിവിടെ കഷ്ടപ്പെട്ട്, അതിപ്പോൾ യൂട്യൂബേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, സാധാരണ രീതിയിൽ നമ്മളൊരു കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂറിൽ നമുക്ക് കുക്കിംഗ് പണിയെല്ലാം തീർത്തിട്ട് വരാം. പക്ഷെ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ച് നമ്മൾ ആദ്യം പ്ലേസ് സെറ്റ് ചെയ്യണം. പിന്നെ ട്രൈപോഡ് വെച്ചിട്ട് അതിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ വീണു പറഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ സംസാരിക്കണം. അപ്പോൾ സംസാരിക്കുമ്പോൾ കുറേ മിസ്റ്റേക്സ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ ബാക്കിലും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിന് കാര്യമായിട്ട് വ്യൂസ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം വരും. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ തളരാതെ നമുക്കൊരു എയിം ഉണ്ടായിരിക്കണം മെയിനായിട്ട്. നമുക്കത് ഇപ്പോൾ എൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇത്രയും ഞാൻ ഒരു വർഷം ഈ യൂട്യൂബിൽ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒരു മാസത്തെ ശമ്പളമെങ്കിലും ഇതിൽ നിന്ന് എടുക്കണം എന്ന് എനിക്ക് നല്ലൊരു വാശിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് ഞാനിപ്പോഴാണ് സാധിപ്പിച്ചെടുത്തത്. അതായത് 23-ാം തീയതി ജനുവരിയിലാണ് എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത്. അതിന് 5 ദിവസം മുമ്പേ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ബാങ്കിൽ ഇത്ര പൈസ വന്നിട്ടുണ്ട്, യൂട്യൂബിൻ്റെ മണി വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി എടുക്കുക എന്ന ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. 5 ബിസിനസ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്ന് കിടക്കുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് പൈസ വന്നു. അപ്പോൾ ശരിക്കും ഇപ്പോഴാണ് ഞാൻ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചത്. കാരണം എനിക്ക് ഓഗസ്റ്റിലാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയത്. അതായത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബർ എനിക്ക് 2ാമത്തെ മാസമേ ആയി. അതായത് ഒക്ടോബർ 4-ലാണല്ലോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നവംബർ 26-27 ആണ് എനിക്ക് 1000 സബ്സ്ക്രൈബർ ആയത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് 1000 സബ്സ്ക്രൈബർ കിട്ടി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബർ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് സബ്സ്ക്രൈബർ ലെവലൊക്കെ കൂടിയത്. പിന്നെ ചില സമയത്തൊക്കെ സ്റ്റില്ലായി, ഫ്രീസായി, സബ്സ്ക്രൈബർ കൂടാതെ ആയി. അപ്പോൾ ആ സമയത്തൊക്കെ വളരെയധികം വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വാച്ച് അവർ കംപ്ലീറ്റ് ആയിരുന്നില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയത് ഓഗസ്റ്റിലായിരുന്നു. അപ്പോൾ ഓഗസ്റ്റിൽ വാച്ച് അവറും കംപ്ലീറ്റ് ആയപ്പോൾ അപ്പോൾ നെക്സ്റ്റ് മന്തിൽ നിന്ന് എനിക്ക് പൈസ കിട്ടി തുടങ്ങും പറഞ്ഞിട്ട് വളരെയധികം സന്തോഷിച്ചു. പക്ഷേ ഓഗസ്റ്റും കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, പിന്നെ അതായത് ഓഗസ്റ്റിൽ വരെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി. അതിന് ശേഷമുള്ള വീഡിയോസിനാണ്, അതായത് അതിന് ശേഷമുള്ള വ്യൂസിനാണ് നമുക്ക് പൈസ ഡോളർ കിട്ടി തുടങ്ങുക. അപ്പോൾ അത് കുറച്ച് സ്ലോ ആയിട്ടാണ് എനിക്ക് ഡോളർ കിട്ടാൻ തുടങ്ങിയത്. അതായത് $1, $2 ആ ഒരു ലെവലിലാണ് എനിക്ക് കിട്ടി തുടങ്ങിയത്. പിന്നെ കുറച്ച് ദിവസം പെട്ടെന്ന് തന്നെ കൂടും, പിന്നെ കുറച്ച് ദിവസം എഗെയിൻ സ്ലോ ആവും. സോ അതൊക്കെ നമ്മുടെ ഇറ്റ് ഡിപ്പെൻഡ്സ്, നമ്മുടെ വീഡിയോനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന വ്യൂസിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഡോളറും കൂടുന്നതും കുറയുന്നതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും എനിക്കിത് കിട്ടാൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ലോ ആയി. ഞാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് സ്ലോ ആയി. പിന്നെ എങ്കിലും പിന്നെ ഒരു വാശി വന്നു. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടു, അപ്പോൾ ഒരു മാസത്തെ ശമ്പളമെങ്കിലും ഞാൻ ഇതിൽ നിന്ന് എടുക്കും. ഇത്രയും കഷ്ടപ്പെട്ടതിനുള്ള ഒരു പ്രതിഫലം നമുക്ക് വേണമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ അടുപ്പിച്ചങ്ങോട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ ഇട്ട് ഇപ്പോൾ ഈ ജനുവരിയിലാണ്, അതായത് 2020 ന്യൂ ഇയറിലാണ് എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിൽ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ ഇനി എനിക്ക് എത്ര ക്യാഷാണ് കിട്ടിയതെന്ന് നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ ഇത്രയും നേരം സസ്പെൻസ് വെച്ചതിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഫുള്ളായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയ എക്സാക്റ്റ് എമൗണ്ട് നമ്മുടെ യൂട്യൂബിൽ ഇരുന്നിട്ടേ നമുക്ക് പറയാൻ പാടില്ല എന്നാണ് യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ അത് കാരണം ഞാനൊരു ഊഹാപോഹത്തിലുള്ള ഒരു മണി പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എനിക്ക് ഇത് $100 എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മണിക്ക് ഒരു ഏകദേശം 7000 ചില്ലറ റുപ്പീസ് വരും. അപ്പോൾ 7000-ൽ നിന്ന് ഒരു 15,000-ൻ്റെ ഉള്ളിലുള്ള മണിയാണ് എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് കിട്ടിയത്.
അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുള്ള കാരണമാണ് എനിക്കത് കിട്ടിയത്. സോ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും വീഡിയോസ് വരുന്നുണ്ട്, ഫയർലെസ് കുക്കിംഗ് വീഡിയോസ് വരുന്നുണ്ട്. ഫയർലെസ് കുക്കിംഗ് അല്ലാതെ സ്നാക്സ് വീഡിയോസും വെയിറ്റ് ലോസ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് ഞാൻ ചെയ്ത് കാണിക്കേണ്ടത് എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായും കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആരും തളരരുത്, ഒരു വാശി നമ്മൾ വെക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും ദൈവം നമുക്കത് തരും, ഇന്നല്ലെങ്കിൽ നാളെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്ന ദിവസം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടില്ല. പക്ഷേ നമുക്കൊരു എന്താ പറയുക, ഒരു എയിം ഉണ്ടാവണം അപ്പോൾ അത് നമുക്ക് തീർച്ചയായും കിട്ടും. ചിലപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും കിട്ടുക, ചിലപ്പോൾ ചില യൂട്യൂബേഴ്സ് 6 മാസത്തിലൊക്കെ ചിലപ്പോൾ അവർക്ക് മണി കിട്ടും. അപ്പം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അത് ഏത് സമയത്താണ് നമുക്ക് കിട്ടുക എന്ന് അറിയില്ല. പക്ഷേ എനിക്ക് ഒരു മാസം ശമ്പളമെങ്കിലും കിട്ടണമെന്നൊരു വാശി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ നേടി. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ വീഡിയോസ്, അതെനിക്കൊരു പാഷനാണ്, എനിക്കിഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൽ ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും. സോ എല്ലാവരും ഇനിയും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.